ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേട്ടറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. കേട്ടറ്റ് എക്സാമിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. കേട്ടറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടീച്ചേഴ്സ് എലിജിബിലിറ്റിയാണ്. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റിയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. ഇത് 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. KCB ആണ് നടത്തുന്നത്. KCB എന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രിസിറ്റി ബോർഡല്ല, കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് പരീക്ഷാ ഭവൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇത് 4 കാറ്റഗറിയിലായിട്ട് നടക്കുന്നുണ്ട്. ആദ്യ കാറ്റഗറി ലോവർ പ്രൈമറി, പിന്നെ അതുപോലെ തന്നെ അപ്പർ പ്രൈമറി, പിന്നെ ഹൈസ്കൂള്. അതിനുശേഷം കാറ്റഗറി 4ലാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സിൻ്റെ സ്പെഷ്യൽ സബ്ജക്റ്റുകൾ ഉണ്ടാവില്ലേ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിങ്ങനെയുള്ള നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ വരുന്നത് കാറ്റഗറി 4ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 4 കാറ്റഗറിയിലായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. അതിൽ കാറ്റഗറി 4ലാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരുന്നത്. പിന്നെ ഓവറോൾ ആയിട്ട് ഈ എക്സാമിനെ കുറിച്ച് നോക്കുമ്പോൾ 150 മാർക്കിനാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 150 മാർക്ക്. അതിൽ ആദ്യ പേപ്പർ 3 പേപ്പറുകളിലായിട്ടാണ് നടത്തുന്നത്. ആദ്യ പേപ്പർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോളജി എന്ന് പറയുന്ന ഒരു 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. 30 മാർക്കിന്. അതിനുശേഷമാണ് ലാംഗ്വേജിലേക്ക് വരുന്നത്. ലാംഗ്വേജ് 40 മാർക്കിനാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കി വരുന്നതെല്ലാം, അതായത് 80 പിന്നെ വരുന്ന 80, 150ലാണ് ടോട്ടൽ വരുന്നത്. പിന്നെ വരുന്ന 80 മാർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും ആ 80 മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്കായിരിക്കും, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്സാം ആയതുകൊണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ നോക്കേണ്ടത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോളജി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്. അത് 30 മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ പോലും അത്രയും അത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു എനിക്ക് 18 മാർക്ക് കുറച്ച് കുറവായിരുന്നു അതിൽ. അപ്പോൾ 18 മാർക്കും കണ്ടുള്ളൂ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വിജയസാധ്യത വളരെയധികം കൂടുതലായിരിക്കും. കാരണം ക്ലാസ്സിൽ മിക്കവാറും നമ്മൾ കേട്ട് പരിചയമുള്ളതോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടുന്ന കാര്യങ്ങളായിരിക്കും ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കൊരു 50 മാർക്ക് എങ്ങനെ നോക്കിയാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയും. ആ എക്സാമിൽ കുറച്ച് ശ്രദ്ധിക്കുന്ന കുറച്ച് ആൾക്കാരാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുമ്പോൾ ഒരു എലിമിനേഷൻ മെത്തേഡോടുകൂടിയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉത്തരത്തിലെത്താൻ നമുക്ക് കഴിയും, ഉറപ്പായിട്ടും കഴിയും. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യമാണ് പറയുന്നത്. ലാംഗ്വേജ് 40 മാർക്കിനാണ് ചോദിക്കുന്നത്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ചാൻസിൽ ശരിക്കും പറഞ്ഞാൽ പാസ്സായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഹോസ്റ്റലേഴ്സ് ആയിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ ആയിട്ട് ഒരു 3-4 ദിവസം നമ്മൾ ഇതിനായിട്ടിരുന്നു. 4 ദിവസത്തെ ഒരു പരിശ്രമമായിരുന്നു. ഒരുപാട് പേരുടെ കയ്യിൽ പല രീതിയിലുള്ള പല ആവർത്തന ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡി മെത്തേഡിലൂടെയാണ് നമ്മളിത് അച്ചീവ് ചെയ്തത് കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഒക്കെ കോമൺ ആണ്. അപ്പോൾ ഇതിന് പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും ലാംഗ്വേജിൻ്റെ. അപ്പോൾ കോമൺ ആയിട്ടത് നോക്കുകയാണെങ്കിൽ ഒരു 40 മാർക്കിലൊരു ലാംഗ്വേജിന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ആവശ്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.